മഹാമാരി ആരംഭിച്ച ശേഷമുള്ള പ്രയാസമേറിയ സാഹചര്യത്തിലൂടെയാണ് ഒമാൻ കടന്നുപോകുന്നത്. കോവിഡിന്റെ വകഭേദങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ആശങ്കയിലാണ് അധികൃതർ. പ്രതിദിന രോഗികൾ എന്ന പോലെ തന്നെ മരണനിരക്കും ഉയരുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. രാജ്യത്ത് പ്രതിദിന കോവിഡ് മരണം വീണ്ടും 30-ന് മുകളിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 31 പേരാണ് ഞായറാഴ്ച മരിച്ചത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 2741 ഉയർന്നു. 2529 പേരാണ് പുതുതായി രോഗബാധിതരായത്. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 2,50,572 1330 പേർക്ക് കൂടി രോഗം ഭേദമായി. 2,20,171 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 87.9% രോഗമുക്തി നിരക്ക്. 188 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 1448 ഉയർന്നു. ഇവരിൽ 428 പേരും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അതേസമയം കോവിഡ് വാക്സിനേഷന് മികച്ച പ്രതികരണമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ കഴിഞ്ഞ ദിവസം 45 വയസ്സിന് മുകളിലുള്ള സ്വദേശികൾക്കായി മെഗാ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് ആദ്യ ദിനത്തിൽ തന്നെ 3000-ലധികം പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. കോർപ്പറേറ്റ് കമ്പനികളും തൊഴിലാളികളെ വാക്സിനേഷൻ വിധേയമാക്കുന്നതിനുള്ള നടപടികൾ ഇതോടൊപ്പം ഊർജിതമാക്കിയിട്ടുണ്ട്. വിദേശ തൊഴിലാളികൾ ബന്ധപ്പെട്ട കമ്പനികൾ ഒരുങ്ങുന്ന ക്രമീകരണത്തിനും വേണം വാക്സിനേഷൻ വിധേയമാകണമെന്നും ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയിരുന്നു. സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ എടുക്കാൻ നിരവധി പേരും എത്തുന്നുണ്ട്. ആസ്ട്രസെനക്കയുടെ 2 ഡോസിന് 22 റിയാലാണ് സ്വകാര്യ ആശുപത്രിയിലെ നിരക്ക് എന്നത്. നിലവിലെ രീതിയിൽ വാക്സിനേഷൻ പുരോഗമിക്കുന്ന പക്ഷം ഈ വർഷം ഡിസംബറിനുള്ളിൽ ജനസംഖ്യയുടെ 70% പേർക്ക് വാക്സിൻ നൽകാൻ സാധിക്കുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 15 വരെയുള്ള കണക്ക് പ്രകാരം 6.48 ലക്ഷം പേർക്കാണ് വാക്സിൻ നൽകിയത്. ജനസംഖ്യയുടെ 12.7%. പ്രതിദിനം 33,844 ഡോസ് എന്ന കണക്കിനാണ് വാക്സിൻ നൽകിയത്. കോവിഡ് മുൻകരുതൽ നടപടികൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ബർക്കയിൽ 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായി തെക്കൻ ബാത്ന നഗരസഭ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.